പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പാലക്കാട്ട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള തച്ചനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇവരെ പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം നിപ ബാധിച്ചു മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നഴ്സിന്റെ ഫലം നെഗറ്റീവാണ്. അനുമോദ് തന്നെ നൽകും വിശദാംശങ്ങൾ. അനുമോദ്, വീണ്ടും ഒരു നിപ ഭീതിയിലേക്ക് ആ മേഖല മലപ്പുറവും കോഴിക്കോടും പാലക്കാടും ഉൾപ്പെടെയുള്ള മേഖല എത്തുകയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണോ? എങ്ങനെയൊക്കെയാണ് ഈ സമ്പർക്ക പട്ടിക പരിശോധനകൾ പുരോഗമിക്കുന്നത്? ശ്രീജ, മലപ്പുറം പാലക്കാട് ജില്ലകളെ അക്ഷരാർത്ഥത്തിൽ നിപ വീണ്ടും ആശങ്കയിലാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മണ്ണാർക്കാട് ഈ നാട്ടുകൾ എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മലപ്പുറം ജില്ലയിലേക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നിലവിൽ ഈ യുവതിയുടെ അവസ്ഥ മോശം തന്നെയാണ്. അവർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെയാണ് മാറ്റിയത്. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് അവരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് സജീവമായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തെ സാമ്പിളുകൾ പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നിരവധി പേർക്ക് 300-ലധികം പേർ നിലവിൽ തന്നെ ഈ സമ്പർക്ക പട്ടികയിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആശങ്ക ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 കുട്ടികൾ ആശുപത്രിയിലുണ്ട്. അവരെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയതാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവിടെ സ്രവ പരിശോധനാ ഫലങ്ങളൊന്നും ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പാലക്കാടെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ഫലം, അതായത് ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആദ്യ പരിശോധന ഫലം വന്നതിന് ശേഷമേ അവിടുത്തെ സാഹചര്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. മറിച്ച് മലപ്പുറത്തെ സാഹചര്യം കുറച്ചുകൂടി ആശ്വാസകരമാണ്. 19-കാരി കോഴിക്കോട് വെച്ചാണ് മരിച്ചത്. അവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആദ്യത്തെ ഫലം, അതിൽ ഒരാളുടെ ഫലം നെഗറ്റീവാണ്. 11 പേരുടെ ഫലമാണ്, സ്രവമാണ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. അത് ഇന്ന് വരും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏറ്റവും അടുത്തിടപഴകിയ മറ്റാർക്കും തന്നെ, ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മറ്റാർക്കും തന്നെ രോഗലക്ഷണങ്ങളില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് 65ഓളം വീടുകളിൽ ഇന്നലെ പനി പരിശോധന നടന്നിരുന്നു. അവിടെയും ആർക്കും ഈ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. എന്താണെങ്കിലും ഇനിയുള്ള പ്രധാനപ്പെട്ടത് ഈ രോഗിയുമായി അടുത്തിടപഴകിയവർക്ക് ആർക്കെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തലാണ്. നിലവിലെ സാഹചര്യത്തിൽ ആദ്യത്തെ ഫലം നെഗറ്റീവായതും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഫലം ഇനി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ 2 ഇടങ്ങളിലും രോഗത്തിൻ്റെ പ്രഭവകേന്ദ്രം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. കൂട്ടിലങ്ങാടി മങ്കട സ്വദേശിനിയായ ആ കുട്ടിയുടെ പരിസരത്ത് ഫലവൃക്ഷങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഈ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള മേഖലയാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും പഴങ്ങൾ എന്തെങ്കിലും കഴിച്ചതാണോ എന്നുള്ളതും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തച്ചനാട്ടുകരയാണെങ്കിലും കുട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ വവ്വാലുകൾ ധാരാളമായിട്ടുണ്ട് എന്ന തരത്തിലുമാണ് അന്വേഷണ സംഘത്തിന് അറിയാനൊക്കെ കഴിയുന്നത്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് എങ്ങനെ വന്നു എന്ന കാര്യവും അന്വേഷണത്തിന് ഒരു ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും മലപ്പുറത്തിനും പാലക്കാടിനും നിലവിൽ വലിയ ആശങ്കകളില്ല. മലപ്പുറത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ഫലം നെഗറ്റീവായത് അല്പം ആശ്വാസമാകുന്നുണ്ട്. പാലക്കാട് ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.